ധന്യാസ് ഫ്ലേവേഴ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഇഞ്ചി കറിയാണ്. ഓണത്തിന് അമ്മ ഉണ്ടാക്കിയപ്പോൾ ഞാനത് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഇപ്പോൾ ഇത് 250 ഗ്രാം ഇഞ്ചിയാണ് എടുത്തേക്കുന്നത്. ഇഞ്ചിയുടെ തൊലിയെല്ലാം കളഞ്ഞ് ഇതുപോലെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കണം. റൗണ്ടായിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഇഞ്ചിയെല്ലാം ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതുപോലെ ചെറിയ തിന്നായിട്ടാണ് കട്ട് ചെയ്യുന്നത്. ഇനി ഇവിടെ കുറച്ച് വെളിച്ചെണ്ണ ചൂടാക്കിയിട്ടുണ്ട്. ചൂടാകുമ്പോൾ നമുക്ക് അരിഞ്ഞ് വെച്ചേക്കുന്ന ഇഞ്ചിയെല്ലാം ഇതിലോട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഞാൻ ആദ്യമേ എടുക്കാൻ വന്നപ്പോഴത്തേനും അമ്മ അത് ഇട്ട് കഴിഞ്ഞു. അതാ ഷൂട്ട് ചെയ്യാൻ പറ്റാഞ്ഞത്. കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ നമുക്ക് ഈ അരിഞ്ഞ് വെച്ചേക്കുന്ന ഇഞ്ചി എടുത്ത് ഇങ്ങനെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇപ്പോൾ ഇത് കുറച്ച് ബ്രൗൺ കളറായിട്ടുണ്ട്. ഇതിപ്പോൾ ഏകദേശം ഒരു ഗോൾഡൻ ബ്രൗൺ ആയിട്ടുണ്ട്. ഇതൊന്നുകൂടെ മൂത്ത് നല്ല ഡാർക്ക് ബ്രൗൺ ആവണം. നല്ല ഈ ഒരു ചിപ്സിൻ്റെയൊക്കെ ഒരു പരുവാവണം, നല്ല മൊരിഞ്ഞ. എന്നിട്ട് ഇത് നമുക്ക് ഒന്ന് തണുപ്പാറിയിട്ട് മിക്സിക്കകത്തിട്ട് പൊടിക്കാനുള്ളതാണ്. അപ്പോൾ നല്ല ഒരു ക്രിസ്പി ആയിട്ട് ഇത് വരണം. ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് എണ്ണയിൽ നിന്ന് കോരി ഒന്ന് മാറ്റി വെക്കണം. എന്നിട്ട് ചൂടാറിയിട്ട് നമുക്കിത് മിക്സിക്കകത്തിട്ടൊന്ന് പൊടിക്കേണ്ടതാണ്. അപ്പോൾ ഇത് ഞാനിപ്പോൾ കോരി മാറ്റി വെക്കുവാണ്. അങ്ങനെ നമ്മളിതെല്ലാം വറുത്ത് കോരി വെച്ചു. അരിഞ്ഞപ്പോൾ ഒത്തിരി ഉണ്ടായിരുന്നു കണ്ടോ. വറുത്ത് കഴിഞ്ഞപ്പോൾ ഇത് ആകെപ്പാടെ കുറച്ചേ ഉള്ളൂ. ഇനി ഇത് നമുക്ക് തണുക്കുമ്പോൾ ഈ മിക്സിയിലോട്ടിട്ട് നല്ലതുപോലെ ഫൈൻ പൗഡറാക്കി ഒന്ന് എടുക്കണം. ഇപ്പോൾ ഞാനിവിടെ ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള പിഴിപുളി വെള്ളത്തിലിട്ടിട്ടുണ്ട്. അതൊരു 10-20 മിനിറ്റ് കഴിയുമ്പോൾ ഇതുപോലെ നല്ല ഇച്ചിരി വെള്ളവും കൂടെ ചേർത്തിട്ട് നല്ലതുപോലെ പിഴിഞ്ഞെടുക്കണം. ഏകദേശം ഒരു അര ഗ്ലാസ് വെള്ളമാണ് ഞാൻ ഒഴിച്ചേക്കുന്നത്. നല്ലതുപോലെ ഇങ്ങനെ പിഴിഞ്ഞെടുക്കാം. ഇപ്പോൾ ആ ഇഞ്ചി വറുത്ത അതേ എണ്ണയിലോട്ട് തന്നെ നമുക്ക് കടുക് വറുത്തിടണം. അപ്പോൾ ആ എണ്ണ ഇപ്പോൾ ഒന്ന് ചൂടായിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് ആദ്യമേ കുറച്ച് കടുകിട്ട് പൊട്ടിക്കണം. അത് കഴിഞ്ഞിട്ട് കുറച്ച് കറിവേപ്പില, വറ്റൽ മുളക്, അതിൻ്റെ കൂടെ ഒരു 5-6 ഉള്ളി, ചെറിയ ഇതായിട്ട് അരിഞ്ഞിട്ടേക്കുവാണ്. പിന്നെ 2 പച്ചമുളക്. ഇത്രയാണ് ഇതിലോട്ട് ഇട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കണം. ഇപ്പോൾ ഇതിലോട്ട് ചേർക്കേണ്ട പൊടികൾ നമുക്ക് എടുത്ത് വെക്കാം. ഇതിപ്പോൾ ചേർത്തേക്കുന്നത് 3 വലിയ ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ്, കാശ്മീരി മുളക് പൊടിയാണ്. പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഉലുവാപ്പൊടി, പിന്നെ കുറച്ച് കായപ്പൊടിയും കൂടെ. ഇപ്പോൾ നമ്മൾ ഇട്ട ഉള്ളിയൊക്കെ നല്ലതുപോലെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് ഈ പൊടികളെല്ലാം കൂടെ ചേർത്ത് കൊടുക്കാം. പൊടികൾ ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. അതൊന്ന് റോസ്റ്റായി കഴിയുമ്പോൾ നമ്മൾ ആ എടുത്ത് വെച്ചേക്കുന്ന പുളിവെള്ളം ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. പുളിവെള്ളം ഒഴിച്ചിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലോട്ട് നമ്മൾ പൊടിച്ച് വെച്ച ഇഞ്ചി കുറച്ച് വെള്ളവും കൂടെ മിക്സ് ചെയ്തിട്ട് അത് അങ്ങനെ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കണം. ഇനി ഇത് നല്ലതുപോലെ മിക്സ് ചെയ്ത് നല്ലതുപോലെ തിളപ്പിച്ചെടുക്കണം. ഇപ്പോൾ ഏകദേശം ഒരു 2.5 ഗ്ലാസോളം വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. പുളിവെള്ളവും പിന്നെ ഇഞ്ചി പൊടിച്ചിട്ട് മിക്സ് ചെയ്ത വെള്ളവും കൂടെ ഏകദേശം ഒരു 2.5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലതുപോലെ തിളച്ച് വരുമ്പോൾ നമുക്ക് ഓഫ് ചെയ്യാവുന്നതാണ്. ഇതിപ്പോൾ ഇച്ചിരി ലൂസായിട്ടാണ്, കുറച്ചും കൂടെ ഒന്നുകൂടെ ഒന്ന് കട്ടിയാവും കുറച്ച് തണുക്കുമ്പോൾ. ഇത് ഏകദേശം ഒരാഴ്ച വരെ നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിരുന്ന കേടൊന്നും ആവത്തില്ല. കുറച്ചായിട്ട് എടുത്ത് യൂസ് ചെയ്താൽ മതി. ഇനി ഈ ഇഞ്ചിയുടെ ആ ഒരു എരിവൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു നുള്ളല്ല, ഒരു ചെറിയ പീസ് ശർക്കര ഇട്ട് കൊടുക്കുവാണ്. ശർക്കര ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് എന്നിട്ടിതൊന്ന് തിളപ്പിച്ചെടുക്കണം. സാധാരണ തൃശ്ശൂരൊക്കെ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ കൂടുതൽ ശർക്കര അവർ യൂസ് ചെയ്യും. ഇത് കൊല്ലം, ട്രിവാൻഡ്രം സൈഡിലൊക്കെ ഇതുപോലെയാണ് ഇഞ്ചിക്കറി ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇഞ്ചിക്കറി റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ഗുഡ് ബൈ ആൻഡ് ടേക്ക് കെയർ.